പോത്തൻ സിസ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്ക ഉപയോഗിക്കുമ്പോഴേക്കും എപ്പോഴും അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് താറാമുട്ടയിലാണ്. അപ്പോൾ താറാമുട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോഴിമുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് പൾസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 8-10 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ നന്നായിട്ട് വടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം ഇതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല. മഞ്ഞ കളറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം മൈദ ഇട്ട് കൊടുത്ത് നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം കളറൊന്നും ചേർക്കുന്നില്ല. മുട്ടയുടെ സൈസിൽ വ്യത്യാസം വരാം. അതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് അത് പതഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴച്ചെടുക്കാൻ പറ്റാതെ വരും. അപ്പോഴേക്കും കുറച്ച് വെള്ളം കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ 4 മുട്ടയിൽ എനിക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റി. മാവിന് 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഒരു തുണി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞ തുണിയായിരിക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം. ഇനി ഒരു 4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇനി ഇത് ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് വെച്ച് പരത്തിയെടുത്താലും മതി. ഇനി നമുക്ക് ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ വലുതായിട്ട് വരും. അപ്പോൾ ഒത്തിരി കനത്തിൽ നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല. ഇതേപോലെ സൈഡ് കട്ട് ചെയ്ത പീസുകളെല്ലാം നമുക്ക് ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ട് ഷേപ്പിൽ വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം. ഇതേപോലെ എടുത്തിട്ട് ഒത്തിരി ഡീപ്പായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. ചെറിയ കട്ടിട്ട് കൊടുത്താൽ മതി. ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വിരിഞ്ഞ് വരും. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
വെട്ട് കേക്ക് ഫ്രൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണം. എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഫ്രൈ ആയിട്ട് വരുന്നതനുസരിച്ച് ഇത് ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്ന കാരണം ഇതിൻ്റെ സൈസ് ഡബിളായിട്ട് വരും. അപ്പം കുറച്ച് എണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.